ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നോക്കൂ, ഇവിടെ ഇനിയിപ്പോ സിനിമ എന്നുള്ള വിഷയത്തിലേക്ക് ഞാൻ കടന്നാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതെ, പണ്ട് നീ ബ്ലൂ ഡയമണ്ടിൽ നിന്ന് സിനിമ കണ്ടില്ലേ, അതൊക്കെ പുറത്തു വരുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് യാതൊരു അഡ്രസ്സും ഉണ്ടാവില്ല കേട്ടോ. ഇനി കുറെ കാലമായി ഞങ്ങൾക്ക് അഡ്രസ് ഉണ്ടാവില്ല, അണ്ടർസ് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. 5 മിനിറ്റ് കൊണ്ട് അഡ്രസ് പോക്കുന്ന ആളല്ലേ ഇനി ഇതിനെന്ത് തേങ്ങ ഉണ്ടാക്കി. എനിക്ക് നിങ്ങളെ സംഘടന പൊളിക്കാൻ 10 മിനിറ്റ് ആവശ്യമുള്ളൂ. കാരണം എന്താ, അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്ത ആളാ ഞാൻ. നിങ്ങളുടെ സ്വയം മുശാവറയിലെ പ്രധാന മുസ്ലിയാക്കന്മാർ വമ്പൻ നേതാക്കളെ സംബന്ധിച്ച് പച്ചയായ ആര് കേട്ടാലും മറക്കുന്ന സംസാരങ്ങൾ അവര് തന്നെ പറയുന്നതിന്റെ മുഴുവൻ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാ. അതൊക്കെ ഈ സമൂഹത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ 5 മിനിറ്റ് പോലും നിങ്ങൾക്ക് ആയുസുണ്ടാവില്ല. എനിക്ക് നിങ്ങളെ സംഘടന പൊളിക്കാൻ 10 മിനിറ്റ് ആവശ്യമുള്ളൂ. കാരണം എന്താ, അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്ത ആളാ ഞാൻ. അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാ. അതൊക്കെ ഈ സമൂഹത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ 5 മിനിറ്റ് പോലും നിങ്ങൾക്ക് ആയുസുണ്ടാവില്ല. ചപ്പടാക്കിയൊന്നും പറയില്ല. നിങ്ങളെ പഴയ സോവനീറാണ് സമസ്ത 60ാം വാർഷികം. ഇതിന്റെ 56ാമത്തെ പേജിൽ പറയുന്നുണ്ട്, സിനിമയെക്കുറിച്ച് പഴയ മുശാവറയിലേക്കൊരു ചോദ്യം വന്നു. ചോദ്യം വന്നില്ലേ, അതെന്താ പ്രശ്നം? സിനിമന്റെ ഹുക്കും നിങ്ങളാ പറഞ്ഞേരണ്ടി. ആർക്കാണോ ചോദ്യം വന്ന അവരിലുള്ള മറുപടികളുണ്ട്. അതിന് പ്രത്യേകിച്ച് പറയാണ്ടേ, എന്ത് വിവരം കിട്ടാനാ? നിങ്ങൾ ഇതിൽ എഴുതിയില്ല, എന്താ അറിയോ, വായിച്ചരാ. സിനിമയെ കുറിച്ച് വന്ന ചോദ്യത്തിന് സിനിമ പൊതുവെ ഹറാമാണെന്ന് മറുപടി നൽകാൻ തീരുമാനിച്ചു. സിനിമ ഹറാമാണ് എന്ന് പറയുന്നതിന് പകരം സിനിമ പൊതുവെ ഹറാമാണ്. അപ്പൊ പൊതുവെ എന്നൊരു കൈത് അവിടെ ഉണ്ട്. അപ്പൊ പിന്നെ പൊതുവെ അല്ലാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ? എന്തല്ല ചെങ്ങായി പറയുന്നത്? പൊതുവെ ഹറാമാണെന്ന് പറഞ്ഞെന്തോ ഇപ്പൊ ഹറാമല്ലാന്നാ? മലയാളവും തിരിയാണ്ടായോ? അറബി അതായാലും നിനക്ക് തിരിയില്ല, മലയാളവും തിരിയാണ്ടായോ? അതിന് സുന്നി വോയിസിൽ ഒരു ലേഖനം ഉണ്ടായിരുന്നു സിനിമയെ കുറിച്ച്, കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അതിൽ കാണാ, സിനിമയെ കേവലം ഒരു കലാരൂപമെന്ന നിലയിൽ കാണുന്നതിന് പകരം അതിലെ ചേരുവകൾ വിലയിരുത്തിയാണ് വിധി പറയേണ്ടത്. അപ്പൊ ചേരുവ നോക്കിയിട്ട് വിധി പറയണം എന്നാണ്. നോക്കണമെങ്കിൽ കാണണ്ടേ, ആദ്യം ചേരുവ ആദ്യം കാണണമല്ലോ. സുന്നി വോയിസ് എഴുതിയതാണ്. അതാണ് പൊതുവെ അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറയാം. നിങ്ങളാണ് സംശയം കാര്യത്തില് ഒന്നുങ്ങ കാണണോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിയുന്നവരോട് ചോദിക്കണോ? ഇനി കേട്ടില്ലേ, ഒരാളെ കുറിച്ച് വ്യഭിചാരോപണം നടത്തണമെങ്കിൽ എന്ത് വേണോ? മഷിക്കുപ്പിയിൽ കോലിടുന്നത് പോലെ കാണണോന്നാടെയും പറഞ്ഞു. ഇതൊന്നും പഠിക്കൂല ചങ്ങായി, എന്ത് കുരിപ്പാണിത്? ബുഖാരി തങ്ങൾ അവിടെ നിൽക്കട്ടെ, അതങ്ങനെ അവിടെ നിക്കണോ നടക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചു തരാം. നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിൽ കുടുങ്ങി പോകുന്നത്, യാതൊരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സിനിമ എതിർക്കാൻ എന്താ അധികാരമുള്ളത്? എല്ലാ അധികാരമുണ്ട്. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമാ നടനോടൊപ്പം ആട്ടും പാട്ടും കൂത്താട്ടവും ഒപ്പനയും നടത്തിയ നിനക്കെതിരെ പറയാൻ എല്ലാ അധികാരമുണ്ട്. ഏത് വഴിയിലാരാ സിനിമ കാണാത്തത്? നിങ്ങളെ കൂട്ടത്തിൽ, നിങ്ങളെ മുശാവറയിൽ തന്നെ സിനിമന്റെ അഡിക്റ്റായ ആളുണ്ട്. ഈ രൂപത്തിലുള്ള കള്ള ആരോപണങ്ങളുമായി നിങ്ങൾക്ക് മുന്നേറാൻ കഴിയില്ല. ഈ രൂപത്തിലുള്ള തമ്മാടിത്തരൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ പേരെന്താണ്? അതാണ് അമ്പിയാക്കൾ, അനന്തരക്കാര്. ഇതൊക്കെ പാണ്ഡന്മാരെന്ന് പറയാം. പേര് പറയണോ? അലി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അലി തൊട്ട് കാണിച്ചു തരുന്നുണ്ട്. ആളെ ഞങ്ങൾക്കറിയാം. ആണായി പിറന്നവനാണെങ്കിൽ, വീണ്ടും ഞാൻ പറയുന്നു, അനക്ക് അസുലും ഫസുലും ഉണ്ടെങ്കിൽ, അനക്ക് നിന്റെ വിഷയത്തിൽ പിതൃശൂന്യമായ നിലപാടല്ലെങ്കിൽ, നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പിതാവുണ്ടെങ്കിൽ തെളിയിക്കണ. ആൺകുട്ടിയാണെങ്കിൽ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാ സംഭവം ഉണ്ട്, കളി വേണ്ട. നിങ്ങൾ പറഞ്ഞല്ലോ ഒരു വലിയ വീഡിയോ ഉണ്ട് എന്ന്, ഫോട്ടോ ഉണ്ട് എന്ന്. എന്റെ കയ്യിലുണ്ടല്ലോ ഇനിയും വീഡിയോ ഉണ്ട് എന്ന്. വിട്, ഓരോ ഭാഗവും വിട്. ഇതൊന്നും ഞാനൊന്ന് പെട്ടെന്ന് കാണിക്കാം. ഓരോ രംഗങ്ങൾ വെച്ചു കൊടുക്കും. നിങ്ങളും വീഡിയോ, ഞങ്ങളും വിടാം. മുശാവറയിൽ തന്നെ സുലൈമാൻ ഉസ്താദിനെ മാറ്റിക്കാളി നമ്മളാളാണ്. അങ്ങനെ എന്റെ ആളാന്ന് എന്നിട്ടാണോ തെറിയൂർ കുഞ്ഞമ്മത് സുലൈമാൻ ഉസ്താദിനെ തെറി പറഞ്ഞിട്ട് നീ മേപ്പെട്ട കരിമാടിക്കുട്ട? സുലൈമാൻ ഉസ്താദാണ്. അത് പിന്നെ നല്ല അഹ്സനി അല്ല, ഏത് ശുചായി പറഞ്ഞിട്ടും കാര്യമില്ല. പിടിക്കുന്ന കെട്ടം വരാനുണ്ട്. ഇതാ നല്ല അഹ്സനി. എന്താ മൂല്യങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്? പ്രായമുള്ളവരല്ലേ. ഇവിടെ വയസ്സ് മൂത്തതോ കുറവൊന്നല്ല. അപ്പൊ ഇബിലീസിന് കൂടുതൽ വയസ്സുണ്ടോ? മുണ്ടാൻ പാടില്ലല്ലോ.
അതൊന്നും പറയണ്ട, തരികളൊക്കെ വിട്ടേക്ക്. തോന്നിവാസം പറയേ. ഇനിയിപ്പോ നിങ്ങൾ നല്ലതല്ല എന്ന് പറഞ്ഞാൽ ആർക്ക് വേണം സർട്ടിഫിക്കറ്റ്? ആലോചിച്ച് വർത്താനം പറഞ്ഞാൽ മതി. ആരാണെങ്കിലും അവിടെ നോട്ടൊന്നുമില്ല. അവിടെ ബാക്കി നിങ്ങളെ മൊയ്ലാന്മാരിൽ അല്ലെങ്കിൽ ഈ മൊബൈൽ എടുത്തിട്ട് എന്തൊക്കെയാ കാണല്? നീ എന്തൊക്കെ കാണുന്നത് ഞങ്ങളോട് ചോദിക്കുന്നത്? സിനിമ ഒന്നുമല്ല, അതിന്റെ അപ്പുറത്താണല്ലോ. അത് ശരി, നിനക്ക് രാത്രി ഇതാ പണില്ലേ? വെറുതെ അല്ല, 24 മണിക്കൂർ നിന്നെ ഓൺലൈനിൽ കാണുന്നത്. ഏത് മൊയ്ലാരാതിന്ന് ഒഴിവുള്ളത്? ഇനി ഒഴിവില്ല. ചെറിയൊരു കുഞ്ഞമ്മതും സമതും കോമാടൻ ഔള്ളയും ഒരൊറ്റ ആളും ഒഴിവില്ല. ഞങ്ങൾ മൊബൈൽ ഉപയോഗിക്കാൻ പാടുണ്ടോ? കോമാടൻ ലോകം നിയന്ത്രിക്കുന്ന ആളാണ് അഞ്ഞു പറഞ്ഞത്. ഓന്റെ അടുത്തടക്കം ഫോണുണ്ട്, അത് വലിച്ചെറിയാൻ പറ. നിങ്ങൾക്ക് മനസ്സിലാകണില്ലേ പറഞ്ഞതെങ്കിൽ? മുഴുവനും ബടായിടെ മൊയ്ലിയാരാ. ആ മനസ്സിലാകുന്നുണ്ട്. മുഴുവനും കോമഡിയാ. വിടലൻ കബീറ. അപ്പളക്കപ്പൊ ഓരോ കഥകളുണ്ട് മെനയുന്ന ആളാ. ഒരു സാമ്പിളിന് തരാം. ഒരു സാമ്പിൾ ആക്കണ്ട, 2 സാമ്പിൾ തരും ഞാൻ. നിങ്ങളെ സിനിമാ ബന്ധമൊക്കെ നിങ്ങളൊന്ന് വന്നാൽ ഞാനൊക്കെ പണ്ടേ എടുത്തു വെച്ചിന്. എന്തിനാന്ന് എനിക്കറിയില്ല. ഇപ്പൊ കോമാടൻ സിനിമ ഉണ്ടത് ഉഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഞങ്ങൾക്കറിയാം. നീ സിനിമ ഉണ്ടത് കോമാടനും എടുത്ത് വെച്ചിട്ടുണ്ട്, സമതിന്റെ കയ്യിലും ഉണ്ട്, അതും ഞങ്ങൾക്കറിയാം. വല മുഷാവറ മുതൽ സിനിമയുടെ അഡിക്റ്റുകളാണ്. തോന്നിവാസം പറഞ്ഞാ പോരടോ. അത് ആൺകുട്ടികൾക്ക് യോജിച്ച പണിയല്ല, അത് തറവാട്ടിൽ ജനിച്ചവർ യോജിച്ച പണിയല്ല. സിനിമ കാണാതെ ഉറങ്ങാത്ത മുഷാവറ മെമ്പർ ഉണ്ട്. ഞാൻ ചോദിക്കുന്നു, ഈ പറഞ്ഞ വലിയ വിടല് വിട്ട, വലിയ തള്ളു തള്ളിയ, തള്ളാൻ വേണ്ടി നേതാവ് തന്നെ പ്രത്യേകമായി ഏൽപ്പിച്ച് ആശീർവദിച്ച് ഉസ്താദ് പാർസലേട്ടാ വിചാരിക്കും നീ മുഷാവറ അംഗങ്ങളോടൊപ്പം കിടന്നുറങ്ങല്. നമുക്ക് സ്വഭയം കൂടി നിസ്കരിക്കാണ്ട് കിടന്നുറങ്ങല. എന്താ നിങ്ങൾ മനസ്സിലാക്കി? നോണ പറയേ. ആ ബാലു പോലും അന്തം വിട്ടു പോകുന്നത് ബാലുശ്ശേരിയാണല്ലോ വലിയ പടായി വിടുന്നാണ്. ഇത് കേട്ടാ ബാലു എന്താ, ബാലുവിന്റെ പ്രതികരണം എന്താവും മോനെ? ഒന്ന് വെച്ചു കൊടുക്ക്. ഇത് കേട്ടപ്പോ ബാലു ഇപ്പൊ എന്താ? മതി. എന്നിട്ട് ഇങ്ങോട്ട് യഹിയൽ ബുഖാരി തങ്ങൾ പഠിപ്പിക്കുക. ആദ്യകാലത്തുള്ള ഒരു സംഭവം പറഞ്ഞിട്ടേ, തങ്ങൾ തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറയണോ, തങ്ങളാണെന്ന് അയാൾക്ക് ബഹുമാനിക്കും വേണോ. അതിലേക്ക് നിങ്ങളൊന്ന് കടന്നു വരി. അതിലേക്ക് കടന്നു വന്നല്ല, മൊത്തം കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ നമ്പർ ഇട്ട് ഓരോന്നിനും തരങ്ങൾക്ക്. ഞാൻ ചോദിക്കുന്നു, ആണായി പിറന്നവനാണെങ്കിൽ നിങ്ങൾ വീഡിയോ പറഞ്ഞല്ലോ, നിങ്ങളടുത്ത് വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. 1 മിനിറ്റ് ഞങ്ങൾ ചോദിക്കുന്നില്ല, അര മിനിറ്റ് ഞങ്ങൾ ചോദിക്കുന്നില്ല, 1/4 മിനിറ്റ് 30 സെക്കൻഡ് എങ്കിലും വീഡിയോ ഹാജരാക്കി ആളാണെങ്കിൽ തയ്യാറാകണം. അന്ന് നിങ്ങൾക്ക് ഞാൻ എന്റെ കയ്യിന്റെ അടിയിൽ നിന്ന് രോമം പറിച്ചു തരും. ഇപ്പൊ ഞാൻ പേരക്കുട്ടിനെ കാണിക്കണുള്ളൂ. പേരക്കുട്ടി മുതൽ തുടങ്ങാൻ നമുക്ക്. APL വരെ പേരക്കുട്ടിനെ ഈ പറയണത്. കാര്യമായിട്ട് വലിയ സൂപ്പർ സ്റ്റാറിനെ കാണാൻ പോയ രംഗാണ് ആദ്യം നിങ്ങൾ കാണാൻ പോകുന്നത്. അതിനെന്താ ഇപ്പൊ കള്ളൂടിയന്മാര്, വ്യഭിചാരികള്, സിനിമാ നടന്മാര് പല സ്ഥലങ്ങളിലും ഉണ്ടാവും. അവരടുത്ത് നിൽക്കേണ്ടി വരും. ഇനി അവരോട് 2 കുശലം ചോദിക്കേണ്ടി വരും. സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അല്ലെ കള്ളൂടിയന്മാരാണ്, അല്ലെ വ്യഭിചാരികളാണ് എന്ന് കരുതി അവരോട് സംസാരിക്കാൻ പാടില്ല എന്നുണ്ടോ? പാടില്ലെങ്കിൽ ഏറ്റവും ഗുരുതരമായ തെറ്റ് നീയാണ് ചെയ്തത്. നീ സിനിമാ നടന്റെ കൂടെയാണ് ആട്ടവും പാട്ടും കൂത്തും നടത്തിയത്. അപ്പൊ അത് നമ്മള് തുടങ്ങാണ്. ആദ്യ ഡോസ് പേരക്കുട്ടി നമുക്ക് തുടങ്ങ്. ബിസിനസ്മാനിലേക്ക് പോകാം. അപ്പുറത്ത് ഞങ്ങൾ പോകും, കോമാടന്റെ അടുത്ത്. അതിന്റെ അപ്പുറത്ത് പോണോന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ പറഞ്ഞില്ല. അഭിമാനമുള്ളവനാണെങ്കിൽ, ജനനത്തിൽ തകരാറില്ലാത്തവനാണെങ്കിൽ 1000 കുതിരശക്തിയോടെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. തെളിയിക്കാൻ ആണായി പറഞ്ഞവരുണ്ടോ? ഞാൻ പറഞ്ഞ പോരാ. ഉളുപ്പുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഞാൻ പറയാൻ നിൽക്കുക. ഉളുപ്പില്ലാത്ത വർഗം, കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയെക്കാളും നാണിപ്പിക്കുന്ന തൊലിക്കട്ടി, അതിനായിട്ട് വിധിക്കപ്പെട്ട പാഴ്ജന്മങ്ങൾ. ഇത് ഉളുപ്പില്ലാതെ വായിൽ വന്നൊക്കെ വിളിച്ചു എത്ര പോരൂല ചങ്ങായി കാക്കങ്ങള്. ആ ചുമരമന്ത്രി വരച്ചൊക്കെ എത്ര നീളുണ്ടെന്ന്. ഉളുപ്പില്ലാത്ത ചങ്ങാതി. എന്നിട്ട് അയാൾക്ക് എല്ലാ ഊടും പാവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാള് ഈ നാം വെച്ചിട്ട് മുട്ടിപ്പടി. ചെറിയ ഡോസുള്ള സാധനമൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. നിങ്ങൾ പേടിക്കല്ലേ. ഇപ്പോഴേക്ക് ബേജാറാകൊന്നും ചെയ്യണ്ട. അതിന്റെ വലിയ വലിയ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യാനുണ്ട്, ഇറങ്ങാനുണ്ട്. കഥല്ല ഏതടുപ്പിന്ന് അങ്ങായി ജനിച്ചു വരുന്നത്. അപ്പൊ അതിന് ചെറിയൊരു വീഡിയോ ഒന്ന് മോനെ ഒരു ഉദാഹരണത്തിന് കാണിച്ചു കൊടുക്ക്. വെച്ചെടുക്ക്. ആ പാട്ട് ഒഴിവാക്കിയേക്ക്. അങ്ങനെ കണ്ടാൽ മതി. ഇതാ ആരാ കൂടെ നിൽക്കണെന്ന് ശരിക്ക് നോക്കി പോലെ ഇട്ടോ. ഒന്നുകൂടി ആവർത്തിച്ച് കാണ്ടിയതാ. സാറുണ്ടല്ലോ. അവിടെ പാട്ട് നടക്കുന്നു,
അപ്പൊ നിങ്ങൾ പറഞ്ഞ സംഭവമൊക്കെ നടക്കുകയാണ്. അപ്പൊ നേരത്തെ ഉത്തരേന്ത്യയിൽ നിന്ന് ആ മജ്ലിസിൽ പങ്കെടുത്ത് ആടിയ ചില ആളുകൾ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന് ഇവിടെ അത് കണ്ടപ്പോ അവരതിന്റെ കൂട്ടത്തിൽ ആടി. നമ്മളെ ചില ആളുകൾ അതിലാടി. അവർക്ക് നേരത്തെയുള്ള പരിചയത്തിൽ ആടിയതാണ്. പക്ഷേ പിന്നീട് ഉസ്താദ് അവറുകളും ഞങ്ങൾക്ക് അതിന്റെ വീഡിയോ കണ്ടു. അപ്പൊ അതിന് ആട്ടത്തിനും അതിന്റേതായ രൂപത്തിനും പറഞ്ഞ ഷർട്ടുകളും അതിന്റെ നിലപാടുകളും തെറ്റിച്ചതുകൊണ്ട് ആ ആടിയതും അവിടെ ആ രൂപത്തിൽ ചാടിയതുമൊക്കെ ഖത്വൻ ഹറാമാണ്, അത് തെറ്റ് തന്നെയാണ് എന്ന് വിളിച്ചു പറയുന്നവരാണ് ഞങ്ങൾ. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ അത് അൻവരി ഉസ്താദിന്റെ വീട്ടിലാണ്, അലി അഹ്സനിയുടെ വീട്ടിലാണ്. അത് തെറ്റായാലും ന്യായീകരിക്കും. അത് ഞങ്ങളെ ഉസ്താദ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളെ പഠിപ്പിച്ചത് അതിന് സൂഫിയാക്കൾ ഈ ഖവ്വാലി നടത്താൻ സിമാ നടത്താൻ പറഞ്ഞ ഷർത്തുകൾ അവിടെ വെക്കാത്തത് കൊണ്ട്, അവിടെ കൂടേണ്ടവർ അല്ലാത്തവർ കൂടിയത് കൊണ്ടും ആ നടത്തിയത് തെറ്റ്. ഞാൻ ഫോട്ടും കൂടി ഒന്നാണ് കാണിച്ചു കൊടുത്തോളി, നല്ല വ്യക്തമാവും. ഇതൊന്നും ഞങ്ങൾ വിചാരിച്ചതല്ലതാ. നിമിഷപ്രിയനെ മറന്നോ അതിന്റെ ആള്. ഇങ്ങനെ മറ്റേ പിന്നെ നിങ്ങൾക്ക് അറിയാം കാര്യം നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങളെ ഇരട്ടത്താപ്പ. ഇപ്പൊ കണ്ടില്ലേ, 5 സിനിമയിൽ അഭിനയിച്ച ആളുടെ കൂടെയാണ് നൗഷാദ് കൂത്താട്ടവും ഒപ്പനയും പാട്ടും ഒക്കെ നടത്തിയിട്ടുള്ളത്, കോമാളം നിൽക്കുന്നതും. എന്റെ പ്രിയ കൂട്ടുകാരൻ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാ സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ.